MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഇന്ന് തിരക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ 12 വിളക്ക് ദിവസം കൂടിയാണ്, കൂടുതൽ ഭക്തരെത്തുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ. അപ്പോൾ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന ഈ മണ്ഡലകാലത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഈ ദിവസങ്ങൾ. തിരക്ക് എങ്ങനെയാണ്? ക്രമീകരണങ്ങൾ ഫലം കണ്ടിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ശബരിമലയിലെ മുൻകാല സീസണുകളെ അപേക്ഷിച്ച് വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അത് നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ നട തുറന്ന് 10 ദിവസം പിന്നിടുമ്പോൾ 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക് അറിയിക്കുന്നത്. ഇന്നലെ 86,000 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. ഇന്നും വലിയ തിരക്ക് ശബരിമലയിലുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അനുഭവപ്പെടാറുള്ള തിരക്ക് മാത്രമാണ് സന്നിധാനത്ത് ഉള്ളത്. കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. 5000 ആണ് സ്പോട്ട് ബുക്കിംഗ് എങ്കിൽ കൂടിയും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് കൂടി പരിഗണിച്ചാണ് തീർത്ഥാടകർക്ക് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും നിരവധി തീർത്ഥാടകർ ആ ദിവസം എത്താത്ത സാഹചര്യമുണ്ട്. ആ സ്ലോട്ടുകൾ കൂടി സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറ്റുകയാണ് നിലവിൽ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അത്തരത്തിൽ കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ഡലകാല തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ എരുമേലിയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഈ കാനനപാത മാറി ഈ കാട്ടിലൂടെ ചില തീർത്ഥാടകർ എരുമേലിയിലേക്കും അവിടെ നിന്ന് സന്നിധാനത്തേക്കും എത്തുന്നുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള വഴികളിൽ കൂടി മാത്രമേ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്താവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ എരുമേലിയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ കൂടി തുടങ്ങാനും ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനം എടുത്തിട്ടുണ്ട്. കൃത്യമായി തിരക്ക് നിയന്ത്രണ വിധേയമെന്നതാണ് ADGP S ശ്രീജിത്തും പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ശബരിമലയിൽ ഇല്ല. നാളെ 12 വിളക്കാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 വിളക്കിന് ശേഷം ഈ മലയാളി തീർത്ഥാടകർ കൂടുതലായി എത്തുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൂടുതൽ തീർത്ഥാടകർ നാളേക്ക് ശേഷം ശബരിമലയിൽ എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അതിനുള്ള സൗകര്യങ്ങളും നിയന്ത്രണങ്ങളും ശബരിമലയിൽ ഒരുക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നതാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇവിടെയും അവലോകനങ്ങൾ ഉണ്ടായിരിക്കും. ഈ വരുമാനം ഉൾപ്പെടെ ദേവസ്വം ബോർഡിന്റെ വർദ്ധിച്ചിട്ടുണ്ട്. 60 കോടി രൂപയുടെ വരുമാനം ഇതിനോടകം ദേവസ്വം ബോർഡിന് ലഭിച്ചു എന്നതാണ് അറിയുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ കണക്കുകൾ അദ്ദേഹം ഇന്ന് പറയും. എന്തായാലും കൃത്യമായ നിയന്ത്രണങ്ങളോടെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. വൃശ്ചിക മാസം തുടങ്ങി 12-ാം ദിവസം 12 വിളക്ക് എന്ന ചടങ്ങ് ശബരിമലയിൽ നടക്കും. അതിന് തൊട്ടു മുമ്പുള്ള ദിവസവും അതിനുശേഷമുള്ള ദിവസങ്ങളും വലിയ തിരക്കനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് നാളെയും അതിനുശേഷമുള്ള ദിവസങ്ങളും കുറെ കൂടി ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ സന്നിധാനത്ത് ഉണ്ടായേക്കും എന്നാണ് സൂചന. അതാണ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ മുക്കുഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് കൗണ്ടറുകൾ തുടങ്ങുന്നതുൾപ്പെടെ വരുന്ന മുഴുവൻ തീർത്ഥാടകരെയും അത് രജിസ്ട്രേഷൻ നടത്തി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക, തിരക്ക് ക്രമീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അത്തരം നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇന്ന് എരുമേലിയിലെ അവലോകന യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.